ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി ഉടൻ പ്രഖ്യാപിച്ചു ഖത്തർ പ്രധാനമന്ത്രി അൽഥാനി. ഖത്തർ അമീർ പ്രസ്താവിച്ചു, ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഉടൻ തന്നെ നടത്തുമെന്ന്. മാത്രമല്ല, അറബ് ഇസ്ലാമിക് ഉച്ചകോടി വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിളിച്ചു ചേർക്കാനും ഖത്തർ തീരുമാനിച്ചു. ചുരുക്കത്തിൽ, ആയുധപരമായി ഇസ്രായേലിനെ നേരിടാനുള്ള കരുത്ത് നേടുകയാണ് ഖത്തർ എന്ന കുഞ്ഞ് രാഷ്ട്രം. ആ രാഷ്ട്രം ഇപ്പോൾ കയ്യടികൾ നേടുകയാണ്. അവരുടെ പരമാധികാരത്തിന്മേൽ, അവരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഇസ്രായേൽ കയറിയങ്ങ് നിരങ്ങിയിട്ട് പോയതിന് ശേഷം വീണ്ടും നിരങ്ങുമെന്ന് നെതന്യാഹു പ്രസ്താവിച്ചു. അവിടെയാണ് ഖത്തർ കൂടുതൽ പ്രകോപിതരായി മാറിയത്. അവർ പറയുന്നത് ശ്രദ്ധേയം: ഞങ്ങളുടെ രാജ്യത്ത് പല വിധത്തിലുള്ള പൗരന്മാർ വന്നു പോകും. ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചത് ഇസ്രായേൽ ഹമാസ് സമാധാന ഉടമ്പടിക്കാണ്. പക്ഷേ അതിന് ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല, സമാധാന ഉടമ്പടി കരാർ ചർച്ച ചെയ്യുന്ന തങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. സമാധാന ഉടമ്പടി കരാർ ചർച്ച ചെയ്യുകയാണ് ഖത്തർ. അപ്പോൾ സ്വാഭാവികമായും ഹമാസ് നേതാക്കൾ അവിടെ എത്തും. അവരെ ആക്രമിച്ച് ഉന്മൂലനം ചെയ്യുക, അവരെ ഒന്നടങ്കം കൊന്നുകളയുക എന്ന രീതിയാണ് ഇസ്രായേൽ അവലംബിച്ചത്. അവിടെയാണ് ഇസ്രായേലിന് തന്ത്രം പിഴച്ചത്. ഖത്തറും ഈജിപ്തും ഒക്കെയാണ് ഈ സമാധാന ശ്രമത്തിനായി മുന്നോട്ട് പോകുന്നത്. അവരുടെ ഇടപെടൽ കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വെടിനിർത്തൽ ചർച്ച ഉണ്ടാകുന്നതും വെടിനിർത്തുന്നതും. പക്ഷേ എന്താ പറയുക, അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ട്രംപ് പിടിച്ചു വാങ്ങി അങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം അത് ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉളവാക്കുമെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. വേറൊരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയില്ല. കാരണം അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം, ഖത്തറിന് അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട്. ഇപ്പോൾ അവർ അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചു ചേർക്കുന്നു. അത്രയും ശക്തരാണ് കുഞ്ഞൻ രാഷ്ട്രമായ ഖത്തർ. അവർക്ക് അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചു ചേർക്കാൻ സാധിക്കും. വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അത് നടന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സൈനിക സഹായം അവർക്ക് ലഭിക്കും. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ സൈനിക സഹായം അവർക്ക് ലഭിക്കും. അവർ അതിനു വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. ആ ഉച്ചകോടി വിളിച്ച് ചേർക്കുന്നത്, അടിയന്തരമായി തന്നെ വിളിച്ച് ചേർക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ അവരുടേതായ നിലപാട് തറയില്ല. അവർ ഉറച്ച് നിൽക്കുകയാണ്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചാണ് ഹമാസ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അവരുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ പേരിൽ കൊന്നൊടുക്കുന്ന ഒരവസ്ഥ ഒരു സൈനിക വൃന്ദത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ തീവ്രമായ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് അവർ രണ്ട് കൈയും ഉപയോഗിച്ച്, അല്ലെങ്കിൽ പരമാവധി ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നത്. ഈ തിരിച്ചടികളാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത്. ഇസ്രായേലിന് തിരിച്ചടികൾ നേരിടാനുള്ള ശക്തിയില്ല. തിരിച്ചടികൾ നേരിട്ടാൽ ഇസ്രായേൽ തകരും. അത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ വ്യക്തമായതാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ തിരിച്ചടികളായിരുന്നു ഇസ്രായേലിന് വന്നത്. പല ഭാഗത്തു നിന്നും തിരിച്ചടികൾ വന്നു ഇസ്രായേലിന്. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ എത്തി നിൽക്കുന്ന അവസ്ഥ അതീവ ഗുരുതരമായ അവസ്ഥ. ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഖത്തർ ഔദ്യോഗികമായി. അവർക്ക് സൈനിക വൃന്ദങ്ങൾ ഇല്ലായിരിക്കാം, പക്ഷേ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ അതനുസരിച്ച് സൗദി അറേബ്യയും UAEയും ഇറാനും ഒക്കെ അവർക്ക് സൈനിക സഹായം കൊടുക്കും. ഇവിടെ തോറ്റ് അമ്പുന്നത് അമേരിക്കയാണ്. അമേരിക്ക ഇതുവരെ ഇസ്രായേലിൻ്റെ കളിക്ക് കയ്യും കെട്ടി അല്ലെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു. ഇസ്രായേൽ വിചാരിച്ചത് നടന്നതുമില്ല. അവിടെയാണ് അതിൻ്റേതായ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്.
ഇസ്രായേൽ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടന്നില്ല. ഖത്തറിൽ കയറി ഒരു ആക്രമണം നടത്തി. ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിച്ചത് ഖത്തറിലെ ഖത്തറിലെത്തുന്ന ഹമാസ് മേധാവികളെ ഒന്നടങ്കം കൊന്നൊടുക്കുക എന്നുള്ളതായിരുന്നു. എന്ത് കാടത്തമാണെന്ന് ആലോചിച്ച് നോക്കണേ. എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ യുദ്ധം ചെയ്തതെന്ന് ആലോചിച്ച് നോക്കണേ. പക്ഷേ അവർക്കാർക്കും ഒരു പ്രശ്നവും പറ്റിയില്ല. അവരെല്ലാം കൃത്യമായി മാറിപ്പോയി. അവസാനം അവരുടെ ബന്ധുക്കളെ കൊന്ന് കലി തീർക്കേണ്ടി വന്നു ഇസ്രായേലിന്. അതിനുശേഷം വീണ്ടും നെതന്യാഹു പ്രസ്താവന ഇറക്കി, ഖത്തറിൽ ഇനിയും ആക്രമണം നടത്തുമെന്ന്. ഇതാണ് ഖത്തർ അമീറിനെ പ്രകോപിപ്പിച്ചത്. ആ പ്രകോപനമാണ് ഇപ്പോൾ അടിയന്തരമായി അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലേക്ക് വഴിതിരിച്ചത്. ഖത്തർ ആവശ്യപ്പെടുന്ന കാര്യം ഒന്ന് മാത്രമാണ്: തങ്ങൾക്ക് പരിരക്ഷ വേണം. ഇസ്രായേൽ കയറി മേയാൻ പറ്റില്ല. അങ്ങനെ മേഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ നിൽക്കുന്ന അമേരിക്കൻ സൈനിക താവളം അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും. ഗതികേടാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംഭവിക്കാൻ പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഇവരുടെ സൈനിക താവളങ്ങളുണ്ട്, അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അതെല്ലാം ഒഴിപ്പിച്ച് കളയും ഒരു നിമിഷം കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി, അതായത് വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി വളരെ നിർണായകമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും. ആ ഉച്ചകോടിയിൽ ഖത്തർ ആവശ്യപ്പെടുക ഒരു കാര്യം മാത്രമായിരിക്കും: തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രാജ്യം ഏതാണോ അവരെ സ്വീകരിക്കും. അമേരിക്കയ്ക്ക് അതിന് കഴിവില്ലെങ്കിൽ അവർ ഇറാനെയോ റഷ്യയെയോ ചൈനയെയോ സ്വീകരിക്കും. എന്തായാലും ഇതുവരെ കൊണ്ട് എത്തിച്ചു നെതന്യാഹു യുദ്ധം. ഇന്നലെ വരെ ഇറാനിൽ വരെ ഒതുങ്ങി നിന്ന യുദ്ധം ഇപ്പോൾ അറബ് രാജ്യങ്ങളിലേക്കും ഇയാൾ കൊണ്ടുപോയി ചേർത്തിരിക്കുന്നു. അറബ് രാജ്യങ്ങളും യുദ്ധത്തിൽ പങ്കാളികളാകുന്ന ഒരവസ്ഥ. ഖത്തർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവർ അടിയന്തരമായി ഉച്ചകോടി വിളിച്ച് ചേർത്തിരിക്കുന്നത്.